റോഷിപ്പാൽ രണ്ടു വാക്ക് സംസാരിക്കുന്നോ? റോഷിപ്പാൽ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം നമ്മൾ എല്ലാവരും 8-ന് എറണാകുളത്ത് ജില്ലാ കോടതി സമുച്ചയത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ പോലീസ് കണ്ടെത്തിയ ആ 10 പ്രതികൾക്കും ശിക്ഷ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ഒരുപക്ഷെ അതിജീവിതം മാത്രമല്ല, കേരള പൊതുസമൂഹം ആകെ അങ്ങനെ പ്രതീക്ഷിച്ചാണ് എത്തിയത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പുറത്തു വന്നതിനേക്കാൾ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പ്രത്യേകിച്ച് തെളിവുകൾ അറിയുന്നത് കൊണ്ട് കുറച്ചുകൂടെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഈ ഗൂഢാലോചനയെ സംബന്ധിച്ചതും അങ്ങനെ കുറെ തെളിവുകൾ ഒരു ആദ്യഘട്ടത്തിൽ ഞങ്ങൾ തെളിവ് പുറത്തുവിട്ടതിന് ശേഷം അന്വേഷണം ആരംഭിച്ചപ്പോൾ പിന്നീട് അന്വേഷണത്തെ ബാധിക്കണ്ട എന്ന് കരുതി തെളിവുകൾ പുറത്തുവിടാതിരുന്നു. ആ സമയത്തൊക്കെ പ്രതീക്ഷിച്ചത് നീതി ഉറപ്പായും ലഭിക്കുമെന്ന് തന്നെയായിരുന്നു. പക്ഷെ കണക്കൂട്ടലൊക്കെ പിഴച്ചു. എന്നാൽ പോലും അതിജീവിതം നടത്തിയ ആ ഒരു 8.25 വർഷത്തെ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിനൊപ്പം നേരിട്ട് അല്ലെങ്കിലും അവർക്കൊപ്പം നടക്കാൻ നിങ്ങളെ പോലെ തന്നെ സാധിച്ചിട്ടുള്ള ഒരു സന്തോഷമാണ്. ഇനിയും പോരാട്ടം ശക്തമായി തുടരേണ്ടി വരുമെന്ന് ഉറപ്പാണ്. കാരണം ഇപ്പോഴും ഒരു ദുഃഖം, ഇത്രയും തെളിവുകൾ പൊതുസമൂഹത്തിനിടയിൽ ചർച്ച ചെയ്യുമ്പോഴും എന്തുകൊണ്ട് നീതി ലഭിക്കില്ല എന്ന അത് വലിയ വിഷമാണ്. കാരണം എല്ലാവരും സംബന്ധിച്ചിടത്തോളം കോടതിയാണ് അവസാനത്തെ ഒരു പ്രതീക്ഷ. അപ്പൊ ആ ജുഡീഷ്യറിയിലുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകില്ല എന്ന ഒരു സാധാരണക്കാരന്റെ ഒരു സംശയം മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് നീതി ഉറപ്പുവരുത്താൻ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിന് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നതാണ് ചോദ്യം. ഒന്ന് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഇതുപോലെയുള്ള നിരവധി കേസുകൾ നമ്മൾ അതിന്റെ പിന്നാലെ നടക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു അനുഭവമാണ് ഉണ്ടായത്. പലതും ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ തന്നെ എഴുതിയതാണ്. എന്തായാലും തെളിവുകൾ അത്രയുമുണ്ട്. ഇനിയും പുറത്തു വരാത്ത എത്രയോ തെളിവുകൾ അത് പോലീസിന്റെ കൈവശം എത്തിയിട്ടുണ്ട്. വളരെ കുറച്ച് തെളിവുകൾ, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന തെളിവുകളിൽ തന്നെ ഒരു 10-15% തെളിവുകൾ മാത്രമാണ്. അതെല്ലാം ഡിജിറ്റൽ എവിഡൻസുകളുണ്ട്. അതിൽ ഈ പ്രതികൾ അല്ലെങ്കിൽ പ്രതികളുമായി ബന്ധപ്പെട്ടവരുടെ ശബ്ദരേഖകളും അവരുടെ വാട്സപ്പ് ചാറ്റുകളും അങ്ങനെ തുടങ്ങിയ തെളിവുകളാണ്. ഇതൊന്നും നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകളാണ്. കാരണം ശാസ്ത്രീയ പരിശോധനയിൽ അതൊക്കെ യഥാർത്ഥത്തിലുള്ള തെളിവുകളാണെന്ന് കണ്ടെത്തി. കത്തുകളാകട്ടെ, ഈ ജയിലിനകത്ത് വെച്ച് എഴുതിയ കത്തുകളാകട്ടെ, പിന്നീട് ഈ പ്രതികളും പ്രതികളുടെ സംഘങ്ങളും പരസ്പരം സംസാരിക്കുന്നതാകട്ടെ, എല്ലാം തെളിവുകളാണ്. എന്നിട്ടും എന്താണ് കണ്ണു തുറക്കാത്തത് എന്ന ചോദ്യമാണ്. ഏതായാലും പോരാട്ടം ഇനിയും ശക്തമായി ആ പെൺകുട്ടി തുടരുന്നു. അതിനൊപ്പം ഈ തിരുവനന്തപുരത്തെ ഈ കൂട്ടായ്മ, അതിന്റെ തുടക്കം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായി എന്നതാണ്. ഏതായാലും ഈ കൂട്ടായ്മ ശക്തമായി മുന്നോട്ട് പോകട്ടെ. ഓരോ തെരുവോരങ്ങളിലും ഇത്തരം കൂട്ടായ്മകൾ വരണം. വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ ഈ പെൺകുട്ടിക്കൊപ്പം പോരാടണം. കാരണം അല്ലെങ്കിൽ ഇതുപോലെ പീഡനത്തിനിരയാകുന്ന അനീതിക്കെതിരെ പോരാട്ടം നടത്തുന്നവർ തളർന്നു പോകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ പോരാട്ടം ശക്തമായി തുടരുക, ഒപ്പമുണ്ടാകും, അത്രമാത്രമാണ് പറയുന്നത്. ഈ പൾസർ സുനിയുടെ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്, ഈ പൾസർ സുനി ഈ കേസിൽ ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ കുറെ ഉദ്യോഗസ്ഥന്മാരാണ് പറഞ്ഞത്. കാരണം മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ സാധാരണ കുറ്റവാളികളുടെ പ്രതികരണം എടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ പൾസർ സുനി ഒരു ഗുണ്ടയായതുകൊണ്ട് എളുപ്പമല്ല. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് അത് ഏത് തരത്തിൽ പൾസർ സുനിയിലേക്ക് എത്താൻ പറ്റുമെന്ന സൂചനയൊക്കെ തന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളോളം നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിലാണ് പൾസർ സുനിയിലേക്ക് എത്തിയത്. അങ്ങനെ പോകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കുറ്റകൃത്യങ്ങൾ പൾസർ സുനി കോടതിക്കകത്ത് പറഞ്ഞതാണ്. പോലീസിന്റെ FIS-ലൊക്കെ കൃത്യമായി റിപ്പോർട്ടിലൂടെ അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവിടെ പുറത്തു പറഞ്ഞതാണ്. അപ്പൊ ഞാൻ മറ്റൊരു കുറ്റവാളി വഴിയാണ് പൾസർ സുനിയിലേക്ക് എത്തിയത്. പൾസർ സുനിക്കൊപ്പം ജയിലിനകത്തുണ്ടായിരുന്ന മറ്റൊരാൾ, അയാൾ നേരത്തെ നമുക്ക് ഈ അന്വേഷണവുമായി കൃത്യമായി സഹകരിച്ച് പ്രോസിക്യൂഷനുമായി സഹകരിച്ച ആളാണ്, മാധ്യമങ്ങളുമായിട്ടൊക്കെ സഹകരിച്ച ആളാണ്. അപ്പൊ അയാളിലൂടെ പോയപ്പോഴും അയാളോടും ഞാൻ ഇത് ചിത്രീകരിക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ല. ഒപ്പം പൾസർ സുനിയോടും പറഞ്ഞില്ല. പൾസർ സുനി ആദ്യഘട്ടത്തിലൊന്നും പറഞ്ഞില്ല, സംശയത്തോടെ കണ്ടു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ. പിന്നീടുള്ള ഒരു കൂടിക്കാഴ്ചയിലാണ് തുറന്നു പറഞ്ഞത്. അത് പൂർണ്ണമല്ല, അപൂർണമാണ്. എന്നാൽ പോലും കോടതിക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പൊതുസമൂഹത്തിന് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരും. കാരണം പല ഘട്ടങ്ങളിലായി ഈ പുറത്തു വന്ന വിവരങ്ങൾ എല്ലാവരും വിശ്വസിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ അതിജീവിതക്കൊപ്പം നിൽക്കുന്നത് പോലെ തന്നെ പ്രതിക്കൊപ്പവും കുറെ പേരുണ്ടായിരുന്നു. ചിലപ്പോൾ തെറ്റിദ്ധാരണ കൊണ്ടാകാം.
ആ തെറ്റിദ്ധാരണ നീക്കാൻ ഒരുപക്ഷെ പൾസർ സുനിയുടെ ആ വെളിപ്പെടുത്തൽ കാരണമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം പൾസർ സുനി കൃത്യമായി പറയുന്നുണ്ട് എത്ര തുക, എങ്ങനെ, എവിടെ എന്നൊക്കെ വിശദമായി പറയാണ്. അതിൽ മുഴുവൻ ഞങ്ങൾക്ക് സംപ്രേഷണം ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഏതാണ്ട് 2-3 മണിക്കൂറുണ്ട്. പല ഓഡിയോയും അത് കൃത്യമല്ല, ശബ്ദം വ്യക്തമല്ല. കാരണം നമ്മുടെ ഡിവൈസ് പൾസർ സുനി കാണാതെ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത്. പിന്നീട് പൾസർ സുനിയോ എനിക്ക് ആ സാഹചര്യം ഒരുക്കിയ ആളുമായി എനിക്ക് സംസാരിക്കാനുള്ള അവസരമില്ല. കാരണം പിന്നീട് ഞാൻ ഒരു ഘട്ടത്തിൽ പൾസർ സുനിയുടെ അഭിഭാഷകനുമായി സംസാരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ അന്ന് പോലീസ് തന്നെ വാൺ ചെയ്തു, അങ്ങനെയുള്ളൊരു ശ്രമം നടത്തരുത്. കാരണം പൾസർ സുനിയും അവരും ഒക്കെ അസ്വസ്ഥരാണ്, നിങ്ങൾ അവരെ വഞ്ചിച്ചു എന്ന നിലയിലാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അവരുടെ ജാമ്യം അന്ന് റദ്ദാകാനുള്ള സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അത് എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്. ആ ഒരു റിവെഞ്ച് അവരുടെ മനസ്സിലുണ്ടാവും. പക്ഷെ ഇനിയും കുറെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. പലരും അന്നത്തെയൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത്. ഞങ്ങളൊക്കെ അത് വാർത്ത ആ സമയത്ത് കൊടുത്തതാണ്. അവർക്ക് ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയതൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും പൾസർ സുനി അങ്ങനെ പറഞ്ഞതുകൊണ്ട് കുറെ പേരെങ്കിലും അങ്ങനെ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അതിനുശേഷം മറ്റൊരു ഓൺലൈൻ മാധ്യമവും പൾസർ സുനിയുടെ അഭിമുഖം എടുത്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു പോരാട്ടത്തിനിടയിൽ ഞാനും അന്നത്തെ ചീഫ് എഡിറ്റർ എം.വി. നികേഷ് കുമാർ അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്കെതിരെ ഏതാണ്ട് 9 കേസുകളുണ്ട്. ആ കേസിന്റെ തുടങ്ങിയിട്ടില്ല. ഈ കേസ് ഇവിടെ അവസാനിക്കുമ്പോൾ ഞങ്ങൾ ഈ കോടതി ലക്ഷ്യവും ഗാഗ് ഓർഡർ ലംഘിച്ചെന്നുള്ള കേസുകളിൽ ഞങ്ങൾ പോരാട്ടം തുടങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ വീണ്ടും ആ പോരാട്ടത്തിന് ചൂടുപിടിപ്പിക്കാൻ പോകുന്നത് 8ാം പ്രതിയും സംഘവുമാണ്. എന്തുകൊണ്ട് റിപ്പോർട്ട് ടിവിക്കെതിരെ കേസ് മുന്നോട്ട് പോകുന്നില്ല, അന്വേഷണം പോകുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പ്രതികളിലേക്ക് എത്തുന്ന വിവരങ്ങൾ, അത് സാക്ഷികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അതിന്റെ വിവരങ്ങൾ പുറത്തുവിടുമ്പോഴാണ് ഇത്തരത്തിൽ പരാതികൾ വന്നിരുന്നത്. ഏതായാലും കേസൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ശക്തമായി പോരാട്ടത്തിനൊപ്പം നിൽക്കുക. നമ്മളെല്ലാവരും ഒപ്പം ഉണ്ടാവും. ഇവിടെയുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും സമാന നിലപാട് തന്നെയാണ്. ആ പോരാട്ടത്തിൽ നമ്മൾ ഒപ്പം ഉണ്ടാവും.